ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുഷ് ഡേ വർക്കൗട്ടാണ്. പുഷ് ഡേയിൽ നമ്മൾ ചെസ്റ്റ്, ട്രൈസെപ്സ്, പിന്നെ ഷോൾഡർ ഈ 3 പാർട്ടിന് വേണ്ടിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മൾ കുറച്ച് വാമപ്പ് ചെയ്തിരുന്നു. വാമപ്പിൽ ത്രെഡ്മില്ലോ അല്ലെങ്കിൽ പുഷപ്സോ എന്തെങ്കിലും ചെയ്തിട്ട് ഇതും ഞങ്ങളുടെ വാമപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതിന് ശേഷമാണ് നമ്മളിന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് വാമപ്പ് ചെയ്തിട്ട് വേണം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. പുഷ് ഡേയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ബാർബൽ ബെഞ്ച് പ്രസ്സിലാണ്. ബാർബൽ ബെഞ്ച് പ്രസ് 3 സെറ്റാണ് ഞങ്ങൾ ചെയ്തത്. 15ൻ്റെ 3 സെറ്റ് വെച്ചിട്ട് ഓരോ സെറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ വെയ്റ്റിൽ 5 കിലോ വെച്ച് കൂട്ടിയിട്ടാണ് ഞങ്ങൾ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തത്. ഇതിൽ ബാറിൻ്റെ വെയ്റ്റ് 20 കിലോയാണ്. ഈ പ്ലേറ്റ് കാണുന്നത് ഒരു പ്ലേറ്റ് 15 കിലോ വെച്ചാണ്. അങ്ങനെ ടോട്ടൽ 50 കിലോയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് വർക്കൗട്ടായിട്ട് ഡിക്ലൈൻ ബാർബൽ ബെഞ്ച് പ്രസ്സാണ് ചെയ്തത്. സെറ്റിൻ്റെ റിപ്പീറ്റേഷൻ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ഇതും സെയിം തന്നെ വെയ്റ്റിലാണ് ചെയ്തത്. അപ്പോൾ 3 സെറ്റ്, 15ൻ്റെ 3 സെറ്റ് വെയ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇത് നമ്മുടെ ലോവർ ചെസ്റ്റിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ്. കറക്റ്റ് ഫോമിൽ അധികം ഓവർ വെയ്റ്റ് കൂടാതെ 3 സെറ്റാണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. ഞങ്ങളുടെ ജിമ്മിനുള്ളിൽ നിന്നുള്ള വ്യൂ ആണ് സൺസെറ്റ്. പുള്ളിക്കാരൻ അടുത്ത ഡ്യൂട്ടിക്ക് പോവാണ്. മൂന്നാമത്തെ വർക്കൗട്ടായിട്ട് ഇൻക്ലൈൻ ഡംബൽ പ്രസ് ആണ് ചെയ്തത്. ഈ ഒരു വർക്കൗട്ട് നമുക്ക് ടാർഗറ്റ് ആകുന്നത് അപ്പർ ചെസ്റ്റിലേക്കാണ്. അതേപോലെ തന്നെ തോളുകളുടെ ശക്തിക്കും ഇത് മികച്ചൊരു വർക്കൗട്ട് തന്നെയാണ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബെഞ്ച് സെറ്റ് ചെയ്യുമ്പോൾ 35 മുതൽ 40 ഡിഗ്രി വരെ ഇൻക്ലൈനിൽ വേണം സെറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ഷോൾഡറിൽ നമുക്ക് ചെറിയൊരു പെയിൻ ഫീൽ ചെയ്യും. പുഷ് ഡേയിൽ ചെസ്റ്റിൻ്റെ 3 വർക്കൗട്ടുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അടുത്ത വർക്കൗട്ട് ഷോൾഡർ വർക്കൗട്ടാണ്. പുഷ് ഡേയിൽ ഷോൾഡർ വർക്കൗട്ടിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാൻഡിങ് ഓവർ ഹെഡ് ബാർബൽ പ്രസ് ആണ്. ഈ ഒരു വർക്കൗട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ മുഴുവൻ പേശികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വർക്കൗട്ടാണ്. അതായത് ഡെൽറ്റോയിഡ്, ആൻറ്റീരിയർ ഡെൽറ്റോയിഡ്, ലാറ്ററൽ ഡെൽറ്റോയിഡ് എന്നീ 3 ഭാഗത്തിന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നൊരു വർക്കൗട്ടാണിത്. ഇത് ഷോൾഡർ വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഒരുപാട് വൈഡ് വെക്കേണ്ട ആവശ്യമില്ല. നേരെ നമ്മുടെ ഷോൾഡർ ലെവലിൽ തന്നെ ബാർബലിൽ പിടിച്ചിട്ട് വേണം ഇത് നേരെ പുഷ് ചെയ്യാൻ. ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് സെറ്റ് ഞങ്ങൾ ലാറ്ററൽ റൈസ് ആണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് നമുക്ക് കൂടുതലായിട്ട് ഇത് തോളിൻ്റെ മധ്യഭാഗം, അതായത് ലാറ്ററൽ ഡെൽറ്റോയിഡ് പേശികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഷോൾഡറിന് നല്ല വീതിയും അതേപോലെ ആകൃതിയും കിട്ടാൻ നല്ലൊരു ബെസ്റ്റ് വർക്കൗട്ടാണിത്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ തോളിൻ്റെ മുകളിലേക്ക് കൂടുതലായിട്ട് ഉയർത്താൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് വേണം എടുക്കാനും. അതേപോലെ കൈകൾ നേരെ വെക്കേണ്ടത് ആവശ്യമില്ല, അല്പം മടക്കി വേണം ഇത് ചെയ്യാൻ. ഷോൾഡറിൻ്റെ അവസാന വർക്കൗട്ടായ റിയർ ഡെൽറ്റോയിഡ് ഫ്ലൈസ് ആണ് ഞങ്ങൾ മൂന്നാമത്തെ വർക്കൗട്ടായിട്ട് ചെയ്തത്. ഇതിനെ റിവേഴ്സ് ഫ്ലൈ എന്നും വിളിക്കാറുണ്ട്. ഇത് തോളിൻ്റെ പിൻഭാഗമായ റിയർ ഡെൽറ്റോയിഡും അതുപോലെ മുകളിലത്തെ പിൻഭാഗമായ അപ്പർ ബാക്കിനും ലക്ഷ്യമിട്ട് ചെയ്യുന്നൊരു വർക്കൗട്ടാണിത്. ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് തോളിൻ്റെ പിൻഭാഗം ശക്തിപ്പെടുന്നതോടുകൂടി തന്നെ നല്ലൊരു പോസ്ചർ കിട്ടുന്നതിനും ബെഞ്ച് പ്രസ് പോലുള്ള പുഷിംഗ് വ്യായാമങ്ങൾക്ക് കൂടുതൽ സഹായകമാകുന്നൊരു വർക്കൗട്ടാണിത്. ട്രൈസെപ്സിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് റോപ്പിലാണ്. അത് ഓവർ ഹെഡ് കേബിൾ എക്സ്റ്റൻഷനാണ് ചെയ്തത്. ഏറ്റവും ഫലപ്രദമായൊരു എക്സസൈസിലൊന്നാണ് ഇത് ട്രൈസെപ്സിൻ്റെ. അത് കൂടുതൽ നല്ല ആകൃതിയും ഷേപ്പും കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നു. 3 സെറ്റിൽ 10 മുതൽ 15 റെപ്പിറ്റേഷനാണ് ഞങ്ങൾ ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ ട്രൈസെപ്സിൽ റോപ്പ് പുൾ ഡൗൺ വർക്കൗട്ടാണ്. ഈ ഒരു വർക്കൗട്ടിലൂടെ നമുക്ക് കൈയുടെ പിൻഭാഗത്തെ മസിലിന് പൂർണ്ണമായൊരു വികസനം ഉണ്ടാകുന്നു. അതേപോലെ കൈയുടെ ആകൃതിയും ശക്തിയും വർദ്ധിപ്പിക്കാനും ഇതൊരു ബെസ്റ്റ് വർക്കൗട്ടാണിത്. പുൾ ഡൗൺ ചെയ്യുന്നതിലൂടെ നമുക്ക് ട്രൈസെപ്സ് നന്നായി ശക്തിപ്പെടുന്നു. അതേപോലെ കൈയുടെ പിൻഭാഗം ടോൺ ചെയ്യുന്നു. ബെഞ്ച് പ്രസ് പോലുള്ള പുഷിംഗ് എക്സസൈസ് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണ്. നമ്മുടെ പുഷ് ഡേ വർക്കൗട്ട് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു വർക്കൗട്ടായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്